ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വയേർഡ് ലാൻ ആണ്. ആദ്യം ലാൻ എന്താണെന്നുള്ളത് പറയാം. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ലിമിറ്റഡ് ഏരിയക്കകത്തുള്ള സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിനകത്ത് അല്ലെങ്കിൽ ലബോറട്ടറിക്കകത്ത് ലാബുകളിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുള്ള സിസ്റ്റംസ് തമ്മിൽ നിങ്ങൾക്കറിയാമല്ലോ, ലാബിനകത്തുള്ള സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആ ഒരു സ്പേസിനകത്ത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതിന് പുറത്തേക്ക് അതിന് ആ ഒരു നെറ്റ്വർക്കിന് ആക്സസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള നെറ്റ്വർക്കിനെയാണ് ലാൻ എന്ന് പറയുന്നത്. ഇനി ലാൻ എന്ന് പറയുന്നത് സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വയേർഡ് മീഡിയം യൂസ് ചെയ്തിട്ടാവാം. വയേർഡ് മീഡിയം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയാക്സിയൽ കേബിൾസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റംസ് തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വയേർഡ് ലാൻ എന്ന് പറയുന്നത്. ദെൻ വയർലെസ് ലാൻ ആവും. വയർലെസ് ലാൻ ആകുമ്പോൾ എങ്ങനെയായിരിക്കും? റേഡിയോ ഫ്രീക്വൻസി, ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വയർലെസ് ലാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആവാം. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വയേർഡ് ലാനിലേക്ക് നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നു അല്ലേ, അത് വൈഡ് ഏരിയ നെറ്റ്വർക്കായി, വാനായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നെറ്റ്വർക്കിൻ്റെ കേസസ് വരുന്നത്. ഇനി വയേർഡ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയേർഡ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ മീഡിയം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. കേബിൾസ് പോലെയുള്ള കോപ്പർ വയർ, ട്വിസ്റ്റഡ് പെയർ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും മീഡിയംസ് യൂസ് ചെയ്തിട്ടായിരിക്കും സിസ്റ്റംസ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ലാൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഹാർഡ്വെയർ റിസോഴ്സസ് ആവാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആവാം. സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഓർ ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ലാൻ നെറ്റ്വർക്കിൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ലാൻ നെറ്റ്വർക്കിലേക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? വാനായി അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കായി. ഇനി ലാനിനകത്ത് ഡിഫറെൻറ്റ് ടെക്നോളജീസ് ഉണ്ട്. എതേർനെറ്റ്, ടോക്കൺ റിങ്, ടോക്കൺ ബസ്, FDDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ഇൻ്റർഫേസ്, ആൻഡ് ATM അസിൻക്രണസ് ട്രാൻസ്ഫർ മോഡ് ലാൻ. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലാൻ ടെക്നോളജീസ് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് IEEE സ്റ്റാൻഡേർഡ്സ് ആണ്. IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് IEEE സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. 1985 IEEE ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനെയാണ് പ്രോജക്റ്റ് 802 എന്ന് പറയുന്നത്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, ലാനിനകത്ത് ഒരു നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ഡിവൈസുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിവൈസുകളായിരിക്കും ഒരു നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഡിഫറെൻറ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? IEEE സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെയാണ് IEEE സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. 1985 ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. The objective of the project 802 was to provide a way for specifying functions of physical layer and data link layer of major LAN protocols. LAN protocols യൂസ് ചെയ്തിട്ട് ഫിസിക്കൽ ലെയറിനും അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിനും ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ IEEE 802 എന്ന് പറയുന്നത് IEEE സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. IEEE 802 എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്തും അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനകത്തും യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് IEEE 802 എന്ന് പറയുന്നത്. 802 നമ്പർ 802 എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആ ഒരു നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് കൊടുത്തതല്ല. അത് ജസ്റ്റ് IEEE ഓർഗനൈസേഷൻ അസൈൻ ചെയ്തിട്ടുള്ള ഒരു നമ്പറാണ് 802 എന്ന് പറയുന്നത്.
Then IEEE 802 standard splits the OSI data link layer into two sublayers named LLC, that is Logical Link Control, and MAC, Media Access Control. IEEE 802 ഡാറ്റ ലിങ്ക് ലെയറിനെ രണ്ട് സബ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? LLC എന്ന് പറയുന്ന ലോജിക്കൽ ലിങ്ക് കൺട്രോളും അതുപോലെ തന്നെ MAC എന്ന് പറയുന്ന മീഡിയ ആക്സസ് കൺട്രോളും ഈ രണ്ട് സബ് ലെയേഴ്സ് ആയിട്ട് ഡാറ്റ ലിങ്ക് ലെയറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. LLCയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലാൻഡ്സുകൾ തമ്മിൽ, ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സുകൾ തമ്മിൽ ഇൻ്റർ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LLC പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ലാൻഡ്സുകൾ തമ്മിൽ ഇൻ്റർ കണക്ടിവിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്, കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LLC യൂസ് ചെയ്യുന്നത്. LLCയുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് പാർട്ട് ഓഫ് ഫ്രെയിമിംഗ് ഡ്യൂട്ടീസ്. അപ്പം സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഡാറ്റേൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ എറേഴ്സ് വരുന്നതിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ ഫ്രെയിമിങ്സ്, ഡാറ്റ പാക്കറ്റ്സുകൾ. നമുക്കറിയാം ഡാറ്റ ഒരുമിച്ചല്ല സെൻഡ് ചെയ്യുന്നത്, ഡാറ്റ പാക്കറ്റ്സുകളെ ഫ്രെയിംസ് ആയിട്ട്, ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആയിട്ട് അല്ലെങ്കിൽ പാക്കറ്റ്സുകളെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാക്കറ്റ്സുകളായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഡാറ്റ ലിങ്ക് ലെയറിനാണെന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ്സുകൾ പറയുന്നത് ഫ്രെയിംസ് എന്നാണ്. അപ്പോൾ ഈ ഫ്രെയിമിംഗ് എന്നുള്ള ഫംഗ്ഷനും അതുപോലെ തന്നെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതും, ഡാറ്റ പാക്കറ്റ്സുകൾ ഒരു ചാനലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺജഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ കൺജഷൻ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ എറേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ്സുകൾ എത്തിക്കുന്നത്, ഇതൊക്കെയാണ് LLCയുടെ അല്ലെങ്കിൽ ലോജിക്കൽ ലിങ്ക് കൺട്രോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ സബ് ലെയറാണ് MAC എന്ന് പറയുന്നത്, മീഡിയ ആക്സസ് കൺട്രോൾ. മീഡിയ ആക്സസ് കൺട്രോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലിങ്ക് ആക്സസ് പ്രൊസീജിയറിനകത്ത് പഠിച്ചിരുന്നു എന്താണ് MACൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ മീഡിയത്തിലൂടെ, ഇപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് ഒരു മീഡിയത്തിലൂടെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുമ്പോൾ ആ ഒരു മീഡിയം സെയിം ചാനൽ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് നോട്ട്സുകൾ തമ്മിൽ ഡാറ്റ പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? കൺജഷൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ മീഡിയത്തിന് ആക്സസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് നോട്ട്സുകൾ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുകയാണ്. പല മെത്തേഡിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റിസർവേഷൻ, പോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല മെത്തേഡ്സ് പഠിച്ചു ആ ചാനലിനെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാനലിനെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് MACൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഫ്രെയിമിംഗ് ഫംഗ്ഷനും MAC സബ് ലെയർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ദെൻ IEEE 802 is subdivided into 22 parts that cover the physical and data link layer aspects of networking. IEEE 802 പ്രൊവൈഡ് ചെയ്യുന്ന 22 പാർട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് IEEE സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IEEE 802 ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 22 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ 22 സ്റ്റാൻഡേർഡ്സിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. IEEE സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് IEEE 802.1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിങ് ആൻഡ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്കിംഗ് അതുപോലെ തന്നെ ബ്രിഡ്ജിങ് മാനേജ്മെൻറ്റ് അതിന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് IEEE 802.1ൻ്റെ ഫംഗ്ഷൻ. അതുപോലെ IEEE 802.2 എന്ന് പറയുന്നത് ലോജിക്കൽ ലിങ്ക് ലെയർ ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദെൻ IEEE 802.3 സ്പെസിഫൈ ചെയ്യുന്നത് എതർനെറ്റിനെയാണ്. ദെൻ IEEE 802.4 സ്പെസിഫൈ ചെയ്യുന്നത് ടോക്കൺ ബസ്സിനെയാണ്. ടോക്കൺ ബസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.4 ആണ്. ദെൻ MAC ലെയറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IEEE 802.5 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ IEEE സ്റ്റാൻഡേർഡ് 802.6 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബ്രോഡ്ബാൻഡ് ലാൻ യൂസിങ് കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്തിട്ട് ബ്രോഡ്ബാൻഡ് ലാൻ കണക്ഷന് വേണ്ടിയിട്ട് IEEE 802.7 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈബർ ഒപ്റ്റിക് ടാഗിന് വേണ്ടിയിട്ട് IEEE 802.8 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ലാൻ ISDN എന്ന് പറയും, അതിന് വേണ്ടിയിട്ട് IEEE 802.9 ആണ്. ദെൻ ഇൻ്ററോപ്പീരിയബിൾ ലാൻ സെക്യൂരിറ്റി അതിന് വേണ്ടിയിട്ട് IEEE 802.10 ആണ്.
ദെൻ വയർലെസ് ലാൻ ആൻഡ് മെഷ് അല്ലെങ്കിൽ വൈഫൈയുടെ IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.11 ആണ്. ദെൻ ഡിമാൻഡ് പ്രയോറിറ്റി അതിൻ്റെ IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.12 ആണ്. ദെൻ IEEE 802.13 ഇതുവരെ ഒന്നിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതുവരെ ആ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടില്ല. സോ അത് ബ്ലാങ്ക് ആക്കി കിടക്കുകയാണ്. ദെൻ IEEE 802.14 കേബിൾ മോഡംസിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന IEEE സ്റ്റാൻഡേർഡാണ്. ദെൻ വയർലെസ് പാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് IEEE 802.15 ആണ്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ദാറ്റ് മീൻസ് ബ്ലൂടൂത്ത് പോലെയുള്ള ഒരു ഷോർട്ട് റേഞ്ചിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത്. ദെൻ ബ്ലൂടൂത്ത് സർട്ടിഫിക്കേഷൻ്റെ IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.15.1 ആണ്. ദെൻ സിഗ്ബി സർട്ടിഫിക്കേഷൻ IEEE 802.15.4. ദെൻ ബ്രോഡ്ബാൻഡ് വയർലെസ് ആക്സസ് അല്ലെങ്കിൽ വൈമാക്സിൻ്റെ IEEE സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.16 ആണ്. ബ്രോഡ്ബാൻഡ് വയർലെസ് ആക്സസിൻ്റെ IEEE 802.16E. അതുപോലെ റെസിലിയൻ പാക്കറ്റിംഗ് IEEE 802.17. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് IEEE സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്യണം. എതർനെറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ LLC എതർനെറ്റിൻ്റെ IEEE 802.3 ആണ്. LLCയുടെ IEEE 802.2 ആണ്. അതുപോലെ ടോക്കൺ ബസ് ഇമ്പോർട്ടൻ്റ് ആണ് IEEE 802.4. ദെൻ വൈഫൈയുടെ ഇമ്പോർട്ടൻ്റ് ആണ് IEEE 802.11. അതുപോലെ കേബിൾ മോഡം IEEE 802.14. ബ്ലൂടൂത്ത് സർട്ടിഫിക്കേഷൻ IEEE 802.15.1. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. IEEE സ്റ്റാൻഡേർഡ്സ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് IEEE 802.3 എന്ന് പറയുന്ന എതർനെറ്റ് ആണ്. എതർനെറ്റിൻ്റെ IEEE സ്റ്റാൻഡേർഡ് ആണ് 802.3. എതർനെറ്റ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ലാൻ ആണ്. ഇന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എതർനെറ്റ് ലാൻ ഡെവലപ്പ് ചെയ്തത് 1970s റോബർട്ട് മെറ്റ്കഫെ ആൻഡ് ഡേവിഡ് ബോക്സ് ആണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് 1980s എതർനെറ്റ് ലാൻ ഡെവലപ്പ് ചെയ്തത്. ദെൻ ഫസ്റ്റ് ഇതിന് സ്റ്റാൻഡേർഡൈസ് ചെയ്തത് 1983 IEEE 802.3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വെച്ചിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ the service and protocols specified in 802.3 map to the lower two layers data link and physical of 7 layer of OSI network reference model. IEEE 802.3 ഡാറ്റ ലിങ്ക് ലെയറിന് 2 സബ് ലെയേഴ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. LLC ദാറ്റ് മീൻസ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ, അതുപോലെ മീഡിയ ആക്സസ് കൺട്രോൾ. MAC എന്ന് പറയുന്ന സബ് ലെയറും അതുപോലെ LLC എന്ന് പറയുന്ന 2 സബ് ലെയേഴ്സ് ആയിട്ടാണ് ഡാറ്റ ലിങ്ക് ലെയറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. LLCയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് സിംഗിൾ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ ഫോർ IEEE ലാൻസ്. IEEE ലാൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടോകോൾസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് LLCയുടെ ഫംഗ്ഷൻ. സിംഗിൾ ലിങ്ക് ലെയർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ LLC പ്രോട്ടോകോൾസ് ഡിഫറെൻറ്റ് ലാൻസുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ടിവിറ്റി പോസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ലാൻസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലാൻസുകൾ തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് LLC പ്രോട്ടോക്കോളാണ്. അതുകൂടാതെ LLC പ്രോട്ടോക്കോൾസിൻ്റെ മറ്റുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, അതുപോലെ ഫ്രെയിമിംഗ് കൺട്രോൾ. സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഡാറ്റ പാക്കറ്റ്സുകളെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ എറേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, എറേഴ്സ് വരാതെ നോക്കുക. അതുപോലെ ഫ്രെയിമിങ്, പാക്കറ്റ്സുകളെ ഫ്രെയിം ചെയ്ത് ഡാറ്റേനെ ഒറ്റ പാക്കറ്റായിട്ടല്ല സെൻഡ് ചെയ്യുന്നത്, ഫ്രെയിംസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് LLC പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ MAC സബ് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ലാനിലൂടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അതിനകത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ മീഡിയത്തിനെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാം. ഡിഫറെൻറ്റ് നോഡ്സുകൾ അറ്റ് എ ടൈം ആക്സസ് ചെയ്യും. സോ അവിടെ കൺജഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഡാറ്റ പാക്കറ്റ്സുകൾ സെയിം മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺജഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഡാറ്റ ട്രാൻസ്മിഷൻ മീഡിയത്തിന് ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് MAC സബ് ലെയറിൻ്റെ ഫങ്ഷൻ.
ഇങ്ങനെ ട്രാൻസ്മിഷൻ മീഡിയത്തിനെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. CSMA/CD അതുപോലെ CSMA/CA എന്ന് പറയുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. ഇനി എതർനെറ്റിൽ വരുന്ന മോസ്റ്റ് കോമൺ ഫിസിക്കൽ ലെയർ ഇംപ്ലിമെൻറ്റേഷൻസ് ആണ് 10/5, 10/2, 10/T അതുപോലെ 10/F എന്ന് പറയുന്നത്. 10/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് എതർനെറ്റ് അല്ലെങ്കിൽ തിക്ക് എതർനെറ്റ് അല്ലെങ്കിൽ തിക്നെറ്റ് എന്ന് പറയും. ഈ തിക്ക് എതർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കേബിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ തിക്കായിരിക്കും. സോ അതുകൊണ്ടാണ് ആ കേബിളിൻ്റെ സൈസിനനുസരിച്ചാണ് ഈ ഒരു നെയിം വന്നിട്ടുള്ളത്. 10/5 ആണ് തിക്ക് എതർനെറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ എതർനെറ്റ് അല്ലെങ്കിൽ ചീപ്പർ നെറ്റ് എന്ന് പറയും. ചീപ്പർ നെറ്റ് അല്ലെങ്കിൽ തിൻ എതർനെറ്റ് എന്നുള്ള പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്, അതുപോലെ കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. തിക്ക് എതർനെറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് 10/2 ആയിട്ടുള്ള തിൻ എതർനെറ്റ് എന്ന് പറയുന്നത്. ദെൻ 10/T ട്വിസ്റ്റഡ് പെയർ എതർനെറ്റ്. ട്വിസ്റ്റഡ് പെയർ എതർനെറ്റ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സ്റ്റാർ ടോപ്പോളജിക്കകത്താണ്. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പം സെൻറ്ററിൽ ഒരു നോഡ് ഉണ്ടായിരിക്കും, അതിനെ അറേഞ്ച് ചെയ്തിട്ട് അതിന് ചുറ്റും ഡിഫറെൻറ്റ് നോഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ സെൻറ്ററിലുള്ള നോഡിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നുണ്ടായിരിക്കുക. ഏതൊരു സ്റ്റേഷന് ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആണെങ്കിലും ആ ഒരു സെൻട്രൽ നോഡിലൂടെ പാസ് ചെയ്തിട്ടാണ് മറ്റുള്ള നോഡ്സുകളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ സ്റ്റാർ ടോപ്പോളജിക്കകത്ത് യൂസ് ചെയ്യുന്ന കേബിൾ എന്ന് പറയുന്നത് 10/T കേബിളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 10/F ഫൈബർ എതർനെറ്റ് എന്ന് പറയും. ഇതിനകത്തുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ് എന്ന് പറയുന്നത് 10 Mbps ആണ്. 10 MB/s ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ 10/F യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജിക്കകത്താണ്. ദെൻ ഹബ്ബ് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നത്. ഇനി എതർനെറ്റിനകത്ത് എതർനെറ്റ് സ്റ്റേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡാറ്റ പാക്കറ്റ്സുകൾ സെൻഡ് ചെയ്തുകൊണ്ടാണ്. ഡാറ്റ പാക്കറ്റ്സുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി 8-bit MAC അഡ്രസ്സാണ്, മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സാണ് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ IP അഡ്രസ്സ് നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന പോലെ ഓരോ ഡിവൈസിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് MAC അഡ്രസ്സ് ഉണ്ട്. MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ ഓരോ ഡിവൈസിനും കൊടുക്കുന്ന അഡ്രസ്സാണ് MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പെർമനൻ്റ് അഡ്രസ്സാണ്, അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ നോഡിനെയും ഓരോ സ്റ്റേഷനെയും സോഴ്സ് ഏതാണ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ 48-bit MAC അഡ്രസ്സാണ്. ഇനി എതർനെറ്റിനകത്ത് ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് കോയാക്സിയൽ കേബിൾസ് ആണ്. കോയാക്സിയൽ കേബിൾസ് വഴി ഡാറ്റ പാക്കറ്റ്സുകളെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്, ഡിഫറെൻറ്റ് നോഡ്സുകളിലേക്ക് ആ ഒരു പാക്കറ്റിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം മീഡിയ ആക്സസ് കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാനലിനകത്ത് കൊളീഷൻ വരാതെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ മെത്തേഡ് CSMA/CD മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ആ CSMA/CD മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാക്സിമം കൊളീഷൻ ഇല്ലാതെ, കൊളീഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേഷന് അറ്റ് എ ടൈം ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാ നോഡ്സുകളും സെയിം വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഇൻറ്റൻഡ് ഡെസ്റ്റിനേഷൻ ആരാണോ അയാൾക്ക് മാത്രമായിരിക്കും ഡാറ്റേനെ റിസീവ് ചെയ്യാൻ കഴിയുന്നത്. ഇനി കൊളീഷൻ വരാൻ ചാൻസ് ഉള്ളത് എപ്പോഴാണ്? രണ്ട് നോഡ്സുകൾ സെയിം ടൈമിൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ കൊളീഷൻ വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആ ഡാറ്റ പാക്കറ്റ്സ് ഡാമേജ് ആയിട്ട് പോവും, കൊളൈഡ് ചെയ്ത് ഡാറ്റ പാക്കറ്റ് ലോസ്റ്റ് ആയി പോവും. ആർക്കാണോ ഡെസ്റ്റിനേഷന് കറക്റ്റായിട്ട് ആ ഒരു ഡാറ്റ പാക്കറ്റിനെ കിട്ടില്ല. സോ അത് ത്രൂപുട്ടിനെ റെഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, ഇനി മോഡേൺ എതർനെറ്റിലാണെന്നുണ്ടെങ്കിൽ
ഹബ്ബ് യൂസ് ചെയ്തിട്ടല്ല ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. ഹബ്ബിലാണ് കൊളീഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ബിക്കോസ് ആ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ നോഡ്സിലേക്കും ഒരാൾ ഡാറ്റേനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവരിലേക്കും ആ ഒരു ഡാറ്റ എത്തും. സോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് മോഡേൺ എതർനെറ്റിനകത്ത് ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. സ്വിച്ചിന് എന്തുണ്ട്, ഇൻ്റലിജൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻറ്റൻറ്റഡ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ആരാണോ അയാൾക്ക് മാത്രമേ സ്വിച്ച് വഴി എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ പാക്കറ്റ്സുകൾ എത്തുകയുള്ളൂ. അപ്പം ഈ മാക് അഡ്രസ്സ് നോക്കിയിട്ട് ആർക്കാണോ ഈ ഡാറ്റേനെ അയക്കേണ്ടത് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ പാക്കറ്റ്സുകൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫിൽട്ടർ ചെയ്തിട്ട് ഡാറ്റ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ഡാറ്റ പാക്കറ്റ്സുകൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റൻറ്റഡ് ഡെസ്റ്റിനേഷൻ ആരാണോ ആ ഡെസ്റ്റിനേഷനിൽ മാത്രമേ ആ ഒരു ഡാറ്റ പാക്കറ്റ്സിനെ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡേൺ എതർനെറ്റിനകത്ത് മാക്സിമം കൊളീഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു.